നമസ്തേ. നമുക്ക് ചില ആളുകളെ കാണുമ്പോൾ ഭയം തോന്നിയാലോ നാം എന്തു ചെയ്യും? ചിലർ അവരെ പ്രശംസിക്കുന്ന പോലെ സംസാരിക്കും, പക്ഷേ ഉള്ളിൽ ഭയവും അസൂയയുമായിരിക്കും. ഭഗവത്ഗീതയിലെ ഈ ശ്ലോകത്തിൽ ദുര്യോധനൻ അതുതന്നെയാണ് ചെയ്യുന്നത്. ദുര്യോധനൻ തന്റെ ഗുരുവിന്റെ അടുത്തു ചെന്ന് പറയുന്നു, ആ സൈന്യത്തെ നോക്കൂ, അതൊരു സാധാരണ വാക്കല്ല. അതിൽ ഒളിഞ്ഞിരിക്കുന്നത് പേടി, ഇൻസെക്യൂരിറ്റി, അതായത് അരക്ഷിതാവസ്ഥ, കമ്പാരിസൺ, താരതമ്യപ്പെടുത്തൽ. ഇന്ന് നമുക്ക് ഭഗവത്ഗീത ചാപ്റ്റർ 1 ശ്ലോകം 3 ആഴത്തിൽ മനസ്സിലാക്കാം. ശ്ലോകം: പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമൂം വ്യൂഢം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. ആചാര്യ, പാണ്ഡവരുടെ ഈ വലിയ സൈന്യത്തെ നോക്കൂ. താങ്കളുടെ ബുദ്ധിമാനായ ശിഷ്യനായ ദ്രുപദപുത്രൻ അതിനെ വളരെ നന്നായി ക്രമീകരിച്ചിരിക്കുന്നു. ദുര്യോധനൻ ഗുരുവിനോട് പറയുന്നതാണിത്. ഇതൊരു ചെറിയ നിരീക്ഷണമല്ല. ദുര്യോധനൻ തന്റെ ഗുരുവിന്റെ ശ്രദ്ധ തിരിക്കുകയാണ്, തന്റെ പേടി മറയ്ക്കുകയാണ്, സിറ്റുവേഷൻ സീരിയസ് ആണെന്ന് കാണിക്കുകയാണ്. ചിലപ്പോൾ മനുഷ്യർ നല്ല കോൺഫിഡന്റ് ആയി സംസാരിക്കും, ലൗഡായി പ്രതികരിക്കും, പക്ഷേ ഉള്ളിലൊരു അരക്ഷിതാവസ്ഥയും ഉത്കണ്ഠയും പേടിയുമായിരിക്കും. ദുര്യോധനൻ പറയുന്നു, താങ്കളുടെ ബുദ്ധിമാനായ ശിഷ്യൻ. ഇത് കേൾക്കുമ്പോൾ പ്രശംസ പോലെ തോന്നാം, പക്ഷേ അതിലൊരു ഹിഡൻ പ്രഷറുണ്ട്. കാരണം താങ്കളുടെ ബുദ്ധിമാനായ ശിഷ്യൻ ഇപ്പോൾ എതിർപക്ഷത്താണ്. ദുര്യോധനൻ ദ്രോണാചാര്യരുടെ ഇമോഷൻസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആരാണ് ഈ ബുദ്ധിമാനായ ശിഷ്യൻ? ദ്രുപദപുത്രനായ ധൃഷ്ടദ്യുമ്നൻ. മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ധൃഷ്ടദ്യുമ്നൻ. പാഞ്ചാല രാജാവായ ദ്രുപദന്റെ പുത്രനും ദ്രൗപദി, ശിഖണ്ഡി എന്നിവരുടെ സഹോദരനുമാണ് അദ്ദേഹം. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവ സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപനായിരുന്നു ധൃഷ്ടദ്യുമ്നൻ. ജനനം പറയുന്നത് ദ്രോണാചാര്യരോടുള്ള പ്രതികാരത്തിനായി ദ്രുപദൻ നടത്തിയ യാഗാഗ്നിയിൽ നിന്നാണ് ധൃഷ്ടദ്യുമ്നൻ ജനിക്കുന്നതത്രേ. ജനിക്കുമ്പോൾ തന്നെ കയ്യിൽ ആയുധങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. തന്നെ കൊല്ലാൻ ജനിച്ചവനാണെന്നറിഞ്ഞിട്ടും ദ്രോണർ തന്നെയാണ് ധൃഷ്ടദ്യുമ്നനെ സകല വിദ്യകളും പഠിപ്പിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിലെ 15-ാം ദിവസം ആയുധമുപേക്ഷിച്ച് ധ്യാനത്തിലിരുന്ന ദ്രോണാചാര്യരുടെ തല വെട്ടിയത് ധൃഷ്ടദ്യുമ്നനാണ്. കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ച ദിവസം രാത്രിയിൽ അശ്വത്ഥാമാവിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഉറക്കത്തിൽ കിടക്കുമ്പോഴാണ് ധൃഷ്ടദ്യുമ്നൻ കൊല്ലപ്പെടുന്നത്. ദ്രോണാചാര്യരുടെ ശിഷ്യൻ, വളരെ ബുദ്ധിമാൻ, ശക്തനായ യോദ്ധാവ്. പക്ഷേ ഇപ്പോൾ എതിർപക്ഷത്തിൽ. ജീവിതത്തിലും ഇതുപോലെ സംഭവിക്കാം. നമുക്ക് പ്രിയപ്പെട്ടവരെന്ന് തോന്നുന്നവർ ചിലപ്പോൾ നമുക്കെതിരെ തിരിയാം. ഇവിടെ ദുര്യോധനൻ ദ്രോണാചാര്യരെ ബോധിപ്പിക്കുന്നത്, ദ്രോണാചാര്യരിൽ നിന്നും എല്ലാം അഭ്യസിച്ച ശിഷ്യൻ ഇപ്പോൾ എതിർപക്ഷത്തായി. അങ്ങനെ സംഭവിക്കാം. ആധുനിക ജീവിതത്തിലും ഇതിന് ഉദാഹരണങ്ങൾ ഉണ്ടാകാം. ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് കമ്പാരിസൺ ഡിസ്ട്രോയ്സ് പീസ്. താരതമ്യപ്പെടുത്തൽ മനസ്സമാധാനം കെടുത്തും. നമ്മൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ നോക്കുമ്പോൾ, അവരുടെ സക്സസ് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിൽ അസൂയ, ഭയം, സമ്മർദ്ദം ഇവയുണ്ടാകാം. പക്ഷേ ഭഗവത്ഗീത പറയുന്നു, ഫോക്കസ് ഓൺ ധർമ്മ, നോട്ട് കമ്പാരിസൺ. ധർമ്മത്തിലും ന്യായത്തിലും മാത്രം ശ്രദ്ധിക്കൂ, താരതമ്യപ്പെടുത്തൽ വേണ്ട. ജീവിതത്തിൽ ഏറ്റവും അപകടകരമായ മത്സരം മറ്റുള്ളവരോടുള്ളതല്ല, നമ്മുടെ മനസ്സിൽ നമ്മെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നതാണ്. അതൊരിക്കലും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ജേർണി ഫോക്കസ് ചെയ്യൂ, നിങ്ങളുടെ ഗ്രോത്ത് ഫോക്കസ് ചെയ്യൂ, നിങ്ങളുടെ ജീവിതത്തിലെ ഡിസിപ്ലിൻ മെച്ചപ്പെടുത്തൂ. ബിക്കോസ് ഇന്നർ പീസ് ഈസ് ഗ്രേറ്റർ ദാൻ ഔട്ടർ വിക്ടറി. സ്വയം പറയൂ, മൈ ജേർണി ഈസ് ഡിഫറെന്റ്. സ്റ്റോപ്പ് കമ്പയറിംഗ്. ആരുടെയെങ്കിലും സക്സസ് കണ്ടാൽ ജെന്യുവിനായി അപ്രിഷിയേറ്റ് ചെയ്യൂ. മനസ്സ് നിറഞ്ഞ് അവരെ അഭിനന്ദിക്കൂ. അത് നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കും. നിങ്ങളുടെ ഇന്നർ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കൂ. സെൽഫ് ഇംപ്രൂവ്മെന്റിൽ ഫോക്കസ് ചെയ്യൂ. ദുര്യോധനന്റെ ഏറ്റവും വലിയ പ്രശ്നം പാണ്ഡവരല്ലായിരുന്നു, സ്വന്തം മനസ്സായിരുന്നു. നമ്മളും താരതമ്യപ്പെടുത്തലും അസൂയയും അരക്ഷിതാവസ്ഥയും ഒക്കെ ജയിച്ചാൽ ജീവിതം കൂടുതൽ സമാധാനപരമാകും. ഭഗവത്ഗീത ടീച്ചേഴ്സ് വിൻ ദ ബാറ്റിൽ ഇൻസൈഡ് ഫസ്റ്റ്. ഹേ കൃഷ്ണ, അസൂയയില്ലാത്ത മനസ്സും സമാധാനമുള്ള ഹൃദയവും നമ്മുടെ ജീവിതപാതയിൽ ധർമ്മം പാലിക്കാൻ ശക്തിയും തരയണമേ. ഹരി ഓം തത്സത്.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുമല്ലോ. നന്ദി.